നോർവേയിൽ വെച്ച് മോദിയെ കുടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമ പ്രവർത്തക മാധ്യമ സ്വാതന്ത്ര്യത്തിനായി അലമുറയിട്ടത് ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് ഒഴിഞ്ഞുമാറി മോദി പോയി എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. ആ മാധ്യമങ്ങളുടെ വാർത്തയിലും അത് തന്നെയാണ്. വിവാദമായി വിദേശത്ത് വെച്ച് മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിൽ നിന്ന് മോദി മറുപടി പറയാതെ പോയി എന്നുള്ളതാണ്. അവർ ഇപ്പം മലയാളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കൂർ അവിടെ ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ചില ഇവാഞ്ചലിക്കൽ പത്രങ്ങൾക്ക് അവിടെ ആയിരിക്കും കൂറ് എന്നുള്ളതാണ്. പണ്ട് തൊട്ട് തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിപ്പാവാടയ്ക്ക് താഴെ നിന്നുകൊണ്ടാണല്ലോ അവരുടെയൊക്കെ ശീലം. അത് പോട്ടെ, ഏതായാലും ഇവിടെ എന്താണ് വസ്തുത എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു നയതന്ത്ര കൂടിക്കാഴ്ച, ആ നയതന്ത്ര കൂടിക്കാഴ്ചയുടെ ഭാഗമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള നോർവീജിയയിൽ നിന്നുള്ള പ്രതിനിധിയും എത്തുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു, അവിടെ വെച്ച് സംസാരിക്കുന്നു. അതിനുശേഷം ഒരു ബ്രീഫിങ്ങിന് ശേഷം മടങ്ങുന്നു. അവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എന്ന് പറയുന്ന ആസ്ഥാനത്താണ്. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനും അത് മറുപടി പറയാനുമുള്ള വേദി പ്രത്യേകമായി ഇന്ത്യൻ നയതന്ത്രജ്ഞരും അവരുടെ സംഘവും സംഘടിപ്പിച്ചിരുന്നു. അവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടത്. ഇവർ മാത്രമാണ് അവിടെ ചോദ്യം ചോദിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹെല്ലെ ലിങ്കി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള വേദി ആയിരുന്നില്ല അത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നോർവേയുടെ പ്രതിനിധിയും മടങ്ങവെയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. അവർ രണ്ടുപേരും തന്നെ ഇത് മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. മോദി ലിഫ്റ്റിലേക്ക് പോകുന്നു. ലിഫ്റ്റിലേക്ക് ചെല്ലുമ്പോൾ ഇവർ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട് മൊബൈലും പിടിച്ചുകൊണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ടും ഇവരുടെ ചോദ്യത്തിനൊക്കെ മുമ്പേ തന്നെ മോദിയും നോർവീജിയൻ ഈ പറയുന്ന കൗണ്ടർ പാർട്ടും ലെഫ്റ്റിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. എന്തായാലും അവരുടെ ചോദ്യമൊന്നും ആരും കേട്ടില്ല എന്നുള്ളതാണ്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവരെ തടയുകയും ചെയ്തു. ഇതാണ് ഇവർ വലിയ രീതിയിൽ ട്വീറ്റാക്കിയത്, അവർ വലിയ പ്രശ്നമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് ചില ആൾക്കാർ, നമുക്കറിയാമല്ലോ പാകിസ്ഥാനോട് കൂറ് പുലർത്തുന്ന ധ്രുവറാട്ടിയൊക്കെ ഉണ്ടല്ലോ, അവരെ പോലുള്ളവരൊക്കെയാണ് ഈ പറയുന്ന ഇവരുടെ ട്വീറ്റും വീഡിയോയൊക്കെ തന്നെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്താണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് നടക്കുന്ന ഒരു ആക്രമണമുണ്ട്. അത് ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ഹെല്ലെ ലിങ്കിൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ ഒരു പേപ്പർ ജേർണലിസ്റ്റ് ആണ്. പേപ്പർ ജേർണലിസ്റ്റ് അല്ല, പെർ പേ ആണ് അവരുടെ ന്യൂസിന്. അതായത് ഒരു വാർത്ത അവർ കണ്ടെത്തി കൊടുത്താൽ അത് ഗംഭീരമാണെങ്കിൽ ആ വാർത്തയ്ക്ക് പൈസ കിട്ടും. ഇവരുടെ അവസാന ട്വിറ്ററിൽ വന്നിരിക്കുന്നത് 2024 ഏപ്രിൽ 10-നാണ്. അതുവരെയും ഇവർക്കുള്ള ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി 800 പേർ. നമുക്കൊക്കെ പോലും കാണുമല്ലോ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അതിലും കൂടുതൽ ഫോളോവേഴ്സ് നമുക്ക്. കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലുണ്ട്, നമുക്ക് ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം കൂടുതലുണ്ട്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സൊക്കെ കൂടുതൽ വന്നേക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർക്ക് അവിടെ അത്ര പോലും സ്വീകാര്യതയില്ലാത്ത 800 പേർ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടുള്ള ഒരാളാണെന്ന് ഓർക്കണം. കാരണം നമ്മുടെ ഇവിടെ ഫേസ്ബുക്ക് എങ്ങനെയാണോ അതുപോലെയാണ് അവിടെ ട്വിറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ എക്സ് അക്കൗണ്ടിൽ വലിയ ഫോളോവേഴ്സാണ്. മിനിമം എനിക്കോ നിങ്ങൾക്കോ ഒക്കെ തന്നെ മിനിമം 2000-ൽ കുറയാത്ത സൗഹൃദങ്ങൾ കേരളത്തിലുള്ള ഓരോ ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അത്യാവശ്യം മാധ്യമ പ്രവർത്തനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മിനിമം 5000 ഫോളോവേഴ്സെങ്കിലും ഒക്കെ കാണും. നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ലിമിറ്റൊക്കെ പലപ്പോഴും കവിഞ്ഞു പോയിട്ടുമുണ്ടാകും. അപ്പോൾ ഇവിടെയാണ് എല്ലാ ലിങ്കിന് ഒരു ഫോളോവേഴ്സ് പോലും അധികമായി ലഭിക്കാനുള്ള ക്വാളിറ്റി ഇല്ലാതെ അവരിങ്ങനെ നടക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിച്ച് അവരിപ്പോൾ ഹിറ്റായിരിക്കുന്നതാണ്. ഇതിനു മുൻപ് അവർ ഗ്രീൻലാൻഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപിനെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. പ്രസിഡന്റ് ട്രംപിനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്ന് ഈ പറയുന്ന ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നിൽക്കുന്ന സമയമാണ് ട്രംപ് എന്നുള്ളതാണ്. അന്ന് ഇവർ വലിയ ഭവ്യതയോടുകൂടി മര്യാദയോടുകൂടി വലിയ ബഹുമാനം പുലർത്തിക്കൊണ്ടാണ് ട്രംപിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്നുള്ളതാണ്. എന്നിട്ടും ആ ഇൻ്റർവ്യൂ ഒന്നും അങ്ങനെ ക്ലിക്കായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ നയതന്ത്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവർ മോദിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്, ചീറിക്കൊണ്ടാണ് അടുക്കുന്നത്. അപ്പോഴും അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ചമ്മി നാറി തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ ഒരു അജണ്ടയെ ലക്ഷ്യമാക്കിയാണ് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ വസ്തുത എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂ നിഷ്പക്ഷ മുഖം മൂടി ഇതൊക്കെ അണിഞ്ഞാണല്ലോ ഇവർ ഓടി അടുത്തത്. ഇതെല്ലാം തകർന്നു വീണു എന്നുള്ളതാണ്. തകർന്നു വീണത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലുമാണ് എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് എന്താണ് ഈ ഗ്ലോബൽ ടൂൾ കിറ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇന്ത്യക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണങ്ങളുടെ ലക്ഷ്യ കേന്ദ്രം എന്ന് പറയുന്നത്. നേരത്തെ ഒന്നാം ട്രംപിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്ന് ട്രംപ്
മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒന്നാം ട്രംപിൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ട്രംപ് ഇങ്ങനെ ഓരോ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കും. അവർ ചോദ്യം ചോദിക്കും. അപ്പോൾ അവരുടെ അടുത്ത് മറുപടി പറയും. അത് കഴിഞ്ഞിട്ടൊരു ചൈനീസ് മാധ്യമപ്രവർത്തകയാണ്. ഒരു ചൈനക്കാരിയാണെന്ന് തോന്നുന്നു. ചൈനീസ് വംശജയാണ് എന്തായാലും. അപ്പോൾ അവരോട് ചോദ്യം ചോദിക്കുക. അവരോട് എന്ന് പറയുന്നു. അപ്പോൾ അവരെന്തോ അവരുടെ സ്ക്രിബ്ലിംഗ് പാഡ് എങ്ങാണ്ട് എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ചോദ്യം അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത ആളിലേക്ക് ടൈം ഓവർ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളിലേക്ക് പറയുകയാണ്. അപ്പോൾ അവർ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. അവരോട് ചോദിക്കുമ്പോഴത്തേക്കും ഈ ചൈനീസ് ജേർണലിസ്റ്റ് എന്തോ ചോദിക്കുമ്പോഴത്തേക്കും അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചൈനയോട് ചോദിക്കൂ എന്ന് പറയുന്നു. അതെന്താ എന്നോട് ചൈനയോട് ചോദിക്കാൻ പറയുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നത്. ടൈം ഓവർ എന്ന് പറഞ്ഞാൽ അടുത്ത ആളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ട്രംപിൻ്റെ രീതിയൊക്കെ തന്നെ. മാധ്യമപ്രവർത്തകരോട് അങ്ങേയറ്റം ധാർഷ്ട്യത്തോടു കൂടിയാണ്. പക്ഷേ ഇന്ത്യൻ നയതന്ത്ര സംഘം അങ്ങനെയല്ല പെരുമാറുന്നത്. മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി വേണ്ട എല്ലാ മറുപടികളും കൊടുത്താണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ ഹെല്ലയ്ക്കൊക്കെ കുരു പൊട്ടുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹെല്ലയുടെ എക്സ് അക്കൗണ്ടിൽ 800 ഫോളോവേഴ്സ് ആയിരുന്നു. ഒറ്റ ദിവസം മോദിയോട് ചോദ്യം ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവർക്കുള്ള ഫോളോവേഴ്സ് 27,000-ലേറെയാണ്. അൺവെരിഫൈഡ് അക്കൗണ്ട് ആയിരുന്നവരുടെ പ്രീമിയം ബ്ലൂ ടിക്കുള്ള വെരിഫൈഡ് അക്കൗണ്ടായിട്ട് മാറുന്നു. പെട്ടെന്ന് ഇവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇവരുടെ ട്വീറ്റുകളൊക്കെ ഒരു റീട്വീറ്റ് പോലും ഇല്ലായിരുന്നു, ഒരു ലൈക്ക് പോലും ഇല്ലായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ ലൈക്കുകൾ കുന്നുകൂടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. ഒരു പട്ടിക്കും വേണ്ടാതെ കിടന്ന ധ്രുവ റാട്ടിക്ക് പോലും ഇപ്പോൾ ഇവരുടെയൊക്കെ ട്വീറ്റുകൾ ഫോളോ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ രവീഷ് കുമാർ, അർപ്പിത് ശർമ്മ, അർഫ തുടങ്ങിയ അക്കൗണ്ടുകളും ഇവരുടെ പുറകെയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. പാക് പ്രൊഫൈലുകളും ഇവർക്ക് വേണ്ടിയിട്ട് സല്യൂട്ട് അടിക്കാൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയിലെ ഇവാഞ്ചലിക്കൽ സംഘങ്ങളാണ്, ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയിലെ NGOകൾ വളരെ പ്രസിദ്ധമാണ്. അവരെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. LTTക്ക് ഫണ്ട് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് ഈ നോർവേയിൽ നിന്നുള്ള NGOകളാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മതംമാറ്റ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മറ്റേ മാധ്യമമൊക്കെ. ഈ മാധ്യമങ്ങൾക്കൊക്കെ ഇവിടെ ഫണ്ട് ചെയ്യുന്നത് കുരിശ് കൃഷിയെ വേണ്ടി പുകഴ്ത്താനും ബ്രിട്ടീഷ് രാജ്ഞിയെ പുകഴ്ത്താനും ഒക്കെ ഈ മാപ്പിളമാർക്ക് പലപ്പോഴും ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന നോർവീജിയൻ ഇവാഞ്ചലിക്കൽ സംഘങ്ങളാണ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇടയ്ക്ക് ഗംഭീരം, നോക്കൂ ഇന്ത്യയേക്കാൾ സന്തോഷവാന്മാരാണ് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരില്ലേ. ആ പറയുന്ന പ്രധാനപ്പെട്ട സർവേ നടത്തുന്ന NGOകളെല്ലാം നോർവേയിൽ നിന്നുള്ളതാണ്. എവിടെയാണ് സന്തോഷമെന്ന് ആലോചിച്ച് നോക്കൂ. 1500 രൂപ 1 കിലോ മൈദയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന, 480 രൂപ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വരുന്ന പാകിസ്ഥാനാണോ സന്തോഷത്തിൽ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്നത്? അതുപോലെ തന്നെ ബംഗ്ലാദേശാണോ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇന്ത്യയോട് 50,000 ടൺ ഗോതമ്പ് വല്ലോം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇരന്ന് വാങ്ങിയ ബംഗ്ലാദേശാണോ ഇപ്പോഴും ഡീസലിന് വേണ്ടി അദാനി പവർ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയോട് സബ്സിഡി ഇരന്നുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശാണോ സന്തോഷമുള്ള ഒരു രാജ്യമുണ്ട്, ഇന്ത്യയുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളുണ്ട്. കാരണം 3% പോലും ഇന്ധന വിലയിൽ വർധനവ് വരുത്താത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. 18-20% വർധനവാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും, കാനഡ അടക്കം. ഇത് കാണുന്ന കാനഡയിലെ മലയാളികൾക്കറിയാം എത്ര ശതമാനം അവിടെ ഇന്ധനവില വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മലയാളിക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരായിട്ടൊരു ഗ്ലോബൽ ടൂൾ കിറ്റുമായിട്ട് ഇറങ്ങുന്നത് പലരും, പല മാധ്യമങ്ങളൊക്കെ തന്നെ. അതെല്ലാം തകർത്തിരിക്കുന്നു. ഈ സ്ത്രീ പിന്നെ എന്താണ് ചെയ്തതെന്നറിയാമോ? രാഹുൽ ഗാന്ധിയെ അങ്ങ് ടാഗ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. 2024 ശേഷം ലോകത്തെവിടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും അവർക്ക് അറിയണ്ടായിരുന്നു. ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയേണ്ടായിരുന്നു. ഒരു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അറിയണ്ടായിരുന്നു. 2024 ശേഷം പുൽവാമയിൽ നടന്ന ആക്രമണത്തെ പറ്റിപ്പോലും ഈ സ്ത്രീ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോഴൊന്നും ഇവരുടെ ഒരു ട്വീറ്റ് പോലും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മോദിക്കെതിരെ അവരുടെ ട്വീറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെയ്ഡ് ജേർണലിസ്റ്റിൻ്റെ പരമാവധി കിട്ടാവുന്ന റീച്ചെല്ലാം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്. ഇതിനെ പൊക്കിപ്പിടിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇവർ കെഞ്ചുകയാണ് രാഹുൽ ഗാന്ധിയോട്, രാഹുൽ ഗാന്ധി ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ എനിക്ക് തരുമോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവങ്ങളെങ്കിൽ ഇവരോട് കൃത്യമായിട്ട് വിളിച്ച് മറുപടി കൊടുക്കാൻ ഇന്ത്യൻ നയതന്ത്ര സംഘം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ നയതന്ത്ര സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി ജോർജ് എന്ന് പറയുന്ന മലയാളിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ഇന്ത്യൻ അംബാസഡറാണ്.
അപ്പോൾ കൃത്യമായിട്ട് വിളിച്ച് മറുപടി കൊടുക്കുന്നു. ഇവരെ ക്ഷണിച്ചു, പ്രത്യേകം ക്ഷണിച്ചു. നിങ്ങൾ വരൂ, നിങ്ങൾക്കുള്ള മറുപടികൾ ഞങ്ങൾ തരാം. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യം, ന്യൂനപക്ഷ സ്വാതന്ത്ര്യം, വരൂ ഞങ്ങൾ പറഞ്ഞു തരാം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനമുണ്ടോ, ഞങ്ങൾ മറുപടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ക്ഷണിച്ചു വരുത്തി പത്രസമ്മേളനം നടത്തി. അപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഗംഭീരമാണ്. രോമാഞ്ചം വരും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ. 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം. അതുമാത്രവുമല്ല, ഇന്ത്യയിൽ നാനാ ജാതി മതങ്ങളുണ്ട്, വ്യത്യസ്തമായ ഭാഷകളുണ്ട്. ഇവിടെ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. വന്ന് കണ്ടു നോക്കൂ എത്ര മനോഹരമാണ് ഇന്ത്യ എന്നുള്ളത്. ഇത്രയും സുന്ദരമായ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണാനാകില്ല എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടു കൂടി പോകുന്നു. അതുമാത്രവുമല്ല, 2500 വർഷത്തോളമായി ജൂതർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ജൂതന്മാർ വേട്ടയാടപ്പെടുമ്പോൾ ഇന്ത്യയിൽ അവർ സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. അതുമാത്രവുമല്ല, തുടർച്ചയായി അവരിവിടെ ജീവിച്ചിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ്. ജൂതർ ലോകത്ത് പീഡനമേക്കാത്ത ഏക രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ട്. ക്രിസ്തുവിന് തൊട്ട് പിന്നാലെ ഇന്ത്യയിലെത്തിയവരാണ് ക്രിസ്ത്യാനികൾ. അതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ അറബികൾ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റ് അലയുന്ന ആൾക്കാരെല്ലാം തന്നെ അഭയം തേടി ഇന്ത്യയിൽ. ഏറ്റവും പുതിയ റോഹിംഗ്യൻസ് പോലും ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവരെ ആരും കൂട്ടക്കൊല ചെയ്തില്ലല്ലോ. ശരിയാണ്, ഇന്ത്യക്കാരെ ഇല്ലെങ്കിൽ ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് മുദ്രകുത്തി പീഡിപ്പിക്കുന്ന കാലത്താണ് നമ്മളിത് പറയുന്നതെന്ന് ഓർക്കണം. റോഹിംഗ്യക്കാർ ഇപ്പോഴും കഞ്ഞി കുടിച്ച് ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൂടി ഓർക്കണം. ഈ ഗ്ലോബൽ ടൂൾ കിറ്റുകളൊക്കെ ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ 90 കോടി മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യമില്ലാത്തത്? 90 കോടി മൊബൈൽ ഫോണുകളുള്ള ഇന്ത്യയിൽ, മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുള്ള ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എന്നല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനല്ല, ഓരോ വ്യക്തിക്കും ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ്. അടുത്തിടെ നടന്ന ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ജനാധിപത്യത്തെ പറ്റിയിട്ടാണ്. ആദ്യം ന്യൂനപക്ഷ സ്വാതന്ത്ര്യം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളൊക്കെ ഇവിടെ 11% ഇപ്പോൾ 20% ഓർക്കണം. അപ്പം ന്യൂനപക്ഷ പീഡനവും അവരെ കൂട്ടക്കൊലയും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വരുമ്പോൾ 90 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിലുണ്ട്. എല്ലാവർക്കും തോന്നിയ കണ്ടന്റ് എല്ലാം ഇടാൻ പറ്റും. എന്ത് അഭിപ്രായം, എന്ത് രാഷ്ട്രീയ അഭിപ്രായം ഇവിടെ പറയാൻ പറ്റും. ഒരു തരത്തിലുള്ള ആക്രമണവുമില്ല. പിന്നെ മറ്റൊന്ന്, ജനാധിപത്യത്തെ പറ്റിയിട്ടാണെങ്കിൽ ഇവിടെ അടുത്തിടെ നടന്ന 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയെല്ലാം 90% മുകളിൽ വരെ പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ പ്രശ്നങ്ങളാണോ ഉള്ളത്? ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസയാണ്, സുഖകരമായ ജീവിതത്തിൻ്റെ സ്വർഗമാണ് എന്നുള്ളതിൻ്റെ തെളിവാണിതെല്ലാം. അപ്പോൾ ഇന്ത്യ വികസിതമാകാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ വളരാനായി ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് എന്നുള്ളതാണ്. ദാരിദ്ര്യം അക്രമമില്ലാതെ തുടച്ചു നീക്കിയ രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായി സന്തോഷത്തോടു കൂടി കഴിയുകയാണ് ഇവിടെ എന്നുള്ളത് സിബി ജോർജ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മലയാളിയാണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് നേരെ കൊണ്ടുവന്ന പരിപാടികളെല്ലാം തകർന്നടിഞ്ഞ നിലയിലാണുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വാസ്തവമായ കാര്യം. ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ചമ്മി നാറി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒരു ഹെല്ല ലിങ്കിനെ പിടിക്കാൻ പോയതാണ്, നാടൻ കെട്ട് നാറി. ലോകത്തിന് മുന്നിൽ ഇന്ത്യ വീണ്ടും തിളങ്ങുകയാണ്.